എപ്പോഴും മത്സരത്തിന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രാവശ്യം മത്സരത്തിന് ഇറങ്ങുന്ന സമയത്ത് ശ്രീനെ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം ഒരു ചിരിയുമായിട്ടാണ് ശ്രീ മത്സരത്തിലേക്ക് ഇറങ്ങിയത്. ഞാനും ക്യാപ്റ്റൻ കൂളടാ, ഞാൻ ഇപ്പൊ ക്യാപ്റ്റൻ അല്ലെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്ന സമയം മുതൽക്ക് ഞാൻ ക്യാപ്റ്റൻ കൂളാണ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ശ്രീക്ക് എപ്പോഴും ഉള്ളത്. ഇത്തവണത്തെ സ്പെഷ്യൽ ഉണ്ടായിരുന്നു. കാരണം മുമ്പിലത്തെ കളിക്കാൻ പോകുമ്പോൾ ഞാൻ സാധാരണ ചിരിച്ചു നിൽക്കുന്ന ആളല്ല ഗ്രൗണ്ടിൽ. നല്ല ചീത്ത വിളിക്കും, ഭയങ്കര ഷൗട്ട് ചെയ്യും, വെച്ച് കഴിഞ്ഞാൽ അഗ്രസീവായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പം ഇത്തവണ പോകുമ്പോൾ ഓരോ മാച്ചിനും ഞാൻ പുറകോട്ട് കൗണ്ട് ചെയ്യായിരുന്നു. അതായത് എൻ്റെ കരിയറിന്റെ അവസാനത്തെ എന്താ പറയുക 8 മാച്ച്, അതെ 8 മാച്ച് എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ മാച്ചിന് പോകുമ്പോഴും ഞാനത് മൈനസ് ചെയ്യും, ഗ്രൗണ്ട് എൻജോയ് ചെയ്യും, അറ്റ്മോസ്ഫിയർ നോക്കും, സ്ക്രീൻഷോട്ട് എടുക്കും മനസ്സിൽ. യെസ്, സത്യമായിട്ടും. കാരണം ഓരോ മൊമെന്റ്സ് നമുക്ക് മെമ്മറീസിലേക്ക്, ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് അതാണല്ലോ ഓർമ്മകൾ. അപ്പം അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ആ ചിരിച്ച് കളിച്ച് എൻജോയ് ചെയ്ത് അങ്ങ് പോയത്. ഒരുപക്ഷെ ഏറ്റവും പ്രഷർ കുറഞ്ഞിട്ട് ഗ്രൗണ്ടിലേക്ക് പോയിട്ടുള്ള ഒരു ടൂർണമെന്റ് ചിലപ്പോൾ ഇതായിരിക്കാം. നമ്മൾ ക്യാപ്റ്റൻ ആയിരുന്നു, ഇപ്പൊ പുതിയ ക്യാപ്റ്റനാണ്. എങ്ങനെ വിലയിരുത്തുന്നു ഹർമൻപ്രീത് സിംഗിന്റെ ഒരു ക്യാപ്റ്റൻസിയെ ഒരു മുൻ ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക്? എനിക്ക് തോന്നുന്നു ശ്രീജേഷിന്റെ കൂടെ തന്നെ ഏറ്റവും അധികം നമ്മൾ എടുത്തു പറയേണ്ട ഈ പ്രാവശ്യം നേട്ടത്തില് മൂപ്പർക്കുള്ള പങ്ക് ചെറുതൊന്നല്ല, ഒരു വലിയ പങ്കാണ്. അതെ, ഹർമൺ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ജൂനിയർ ടീമിന്റെ മെന്ററായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജൂനിയർ ടീമിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ്. അപ്പം ഓവർ ദ പീരീഡ് നമുക്ക് വന്ന, അതായത് ഇപ്പം സന്ദീപ് സിംഗ് ആണെങ്കിലും രഘുനാഥ് ആണെങ്കിലും റുപീന്ദർ പാൽ ആണെങ്കിലും ഈ ഒരു ഏര കഴിഞ്ഞിട്ട് വരുന്ന ഒരു വേൾഡ് ക്ലാസ് ട്രാക്ക് ഫ്ലിക്കറാണ് ഹർമൻ. അപ്പം ഒന്നാമത്തെ ഏറ്റവും നല്ലൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഹോക്കി ടീമിൽ ഞങ്ങൾ കുറച്ച് സീനിയേഴ്സ് ഉണ്ട്, എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ടീമിലുള്ള. അതായത് ഹർമൻ ബാൻഡിട്ടെങ്കിലും നമ്മുടെ എല്ലാവരുടെയും തോളത്ത് ഒരു ലീഡർഷിപ്പിന്റെ ഭാരമുണ്ട്. പിന്നെ രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം, ഹോക്കിയിൽ ഓൺ ദ ഫീൽഡിൽ ക്യാപ്റ്റൻ അധികം റോളില്ല. അതായത് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ ഇപ്പം ഞാൻ പാസ് വരുന്നു, ഞാൻ അടുത്തേക്ക് ഓടുന്നു, ബോൾ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അവൻ ഡിസിഷൻ മേക്കറാണ്. അവനെ ഒരിക്കലും നമുക്ക് ഓൺ ദ ഫീൽഡിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനേ പറ്റില്ല. പക്ഷേ ഏറ്റവും നല്ല ക്യാപ്റ്റൻസിയുടെ ക്വാളിറ്റി വരുന്നത് ഓഫ് ദ ഫീൽഡിലാണ്. ടീമിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അവരുടെ പ്രശ്നങ്ങളെ എങ്ങനെ ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ കോച്ചസുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ടീം പ്ലാൻ വരുമ്പം അതിനകത്ത് പ്ലേയേഴ്സിന്റെ സജഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുന്നു, ഇതൊക്കെയാണ് ഒരു ക്യാപ്റ്റനെ സംബന്ധിച്ചോളം ഏറ്റവും നല്ലത്. എന്നെ സംബന്ധിച്ചോളം ഹർമൺ ആ കാര്യത്തിൽ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ശ്രീജേഷ് ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ടീം അംഗങ്ങളോട് എങ്ങനെയായിരുന്നു ഡാ എന്ന് വിളിച്ചിട്ട് നമ്മുടെ പറയും ഞാൻ പറഞ്ഞില്ല, ഞാൻ അത്ര ഒരു സോഫ്റ്റ് ഒന്നും അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നിർത്തണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ കൂട്ടത്തിൽ ഞാൻ ക്യാപ്റ്റൻ സർദാർ സിംഗ് ഉണ്ടായിരുന്നു. വൺ ഓഫ് ദ റെപ്യൂട്ടഡ് ആയിട്ടുള്ള റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹോക്കി പ്ലെയർ ആണ്. അപ്പം സർദാർ എന്നെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എനിക്കറിയാം. എൻ്റെ യങ്സ്റ്റേഴ്സായിട്ട് എന്നെക്കാളും 8 വയസ്സിന് താഴെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ എൻ്റെ ബാച്ചിലുള്ള ഒരു 5-6 പേരുണ്ടായിരുന്നു, അവരെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാപ്റ്റൻഷിപ്പ് എന്ന് പറഞ്ഞാൽ മാൻ മാനേജ്മെൻറ്റാണ്. ബട്ട് ഓവറോൾ ഡിസിഷൻ വരുമ്പോഴത്തേക്കും ഇപ്പോൾ സർദാർ ഒരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സർദാർ നീ ചെയ്ത് മിസ്റ്റേക്ക് ആണെന്ന് പറയണം. അതായിരിക്കണം ആസ് എ ക്യാപ്റ്റൻ എൻ്റെ ജോലി.